ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ കുറ്റപത്രത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഇപ്പോൾ വന്നിട്ടുള്ള വിധി സ്വാഗതാർഹമായ വിധിയാണ് ആദ്യ ഭാഗം എന്നുള്ളത്. കാരണം ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ട് കുറ്റക്കാരെ എത്രയോ ആളുകൾ രക്ഷപ്പെട്ടു പോകും നമ്മുടെ നാട്ടിൽ. എന്നാൽ അത് വളരെ സമർത്ഥമായി തന്നെ അന്വേഷണ സംഘത്തിന് കുറ്റവാളികളെ ശരിയായ രൂപത്തിൽ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു. പ്രോസിക്യൂഷൻ ശക്തമായി വാദിച്ചു. അതിന്റെ ഭാഗമായിട്ടാണ് അവർക്കെല്ലാം ശിക്ഷ, അവർ കുറ്റക്കാരാണ് എന്നിപ്പോൾ കോടതി കണ്ടെത്തിയിട്ടുള്ളത്. എന്നാൽ ഗൂഢാലോചന സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് സംബന്ധിച്ച് സ്വാഭാവികമായിട്ടും അപ്പീലിന് പോകേണ്ടതാണ്. ഇന്നലെ പ്രതിപക്ഷ മേധാവ് പറഞ്ഞതായി മാധ്യമങ്ങളിൽ കണ്ടത് സർക്കാർ എന്തായാലും അപ്പീലിന് പോകണമല്ലോ, ഞാൻ പറയാതെ തന്നെ അവർ പോകും, അതാണല്ലോ. അപ്പോൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നതാണ്. പ്രതിപക്ഷ നേതാവിന്റെ ഇന്നലത്തെ പ്രതികരണമാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഇന്നിപ്പോൾ UDF കൺവീനർ പറഞ്ഞിട്ടുള്ളതായിരിക്കും UDFന്റെ ഔദ്യോഗികമായിട്ടുള്ള നിലപാട്. ഗവൺമെന്റിന്റെ നിലപാട് ഇപ്പോൾ വ്യക്തമാക്കി. ഇനി വിധി പൂർണ്ണമായി വന്നതിന് ശേഷമാണ് ഏതെല്ലാം തരത്തിലാണ് കോടതിയെ സമീപിക്കാൻ കഴിയുക. അത് ഇന്ന വ്യക്തി എന്ന് ഞങ്ങൾ കാണുന്നില്ല. ഇന്ന വ്യക്തി കുറ്റക്കാരനാണെന്നോ കുറ്റക്കാരനല്ലെന്നോ സർക്കാർ പറയുന്നില്ല. സർക്കാർ അന്വേഷണ സംഘത്തിന് പൂർണ്ണമായ സ്വാതന്ത്ര്യം നൽകി. അവര് അന്വേഷണം പൂർത്തീകരിച്ചു, റിപ്പോർട്ട് നൽകി. അതേപോലെ തന്നെ അതിജീവിതയുടെ ആവശ്യം പരിഗണിച്ച് പ്രോസിക്യൂഷൻ ആളുകളെ ചുമതലപ്പെടുത്തി. കോടതിയുടെ വിധി വന്നിരിക്കുന്നു. സ്വാഭാവികമായും ഇത്തരം കാര്യങ്ങളിൽ അപ്പീൽ പോവുക എന്നത് തന്നെയാണ് സാധാരണ സ്വീകരിക്കേണ്ടത്. ആ സമീപനമാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്.